വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. തിരുവചനത്തിലുള്ള ഒരു സന്ദേശം അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്ന വിഷയമെന്ന് പറയുന്നത് രക്തസ്രവമുള്ള ഒരു സ്ത്രീ അനേക വർഷങ്ങളോളം അവരുടെ പറമ്പ് വിറ്റ് ആ കാശ് കൊണ്ടാണ് ഈ രോഗം മാറേണ്ടതിന് ചികിത്സിച്ചത്. പക്ഷേ ആ രോഗത്തിന് ഭേദമുണ്ടായില്ല. വളരെ നിരാശയുടെ, വളരെ വിഷമത്തിലും, വളരെ പരാജയത്തിൻ്റെ ഒരു അനുഭവത്തിലായിരിക്കുമ്പോൾ അവർക്കുള്ള ഉള്ളിൽ ഒരു വിശ്വാസം കണ്ടെത്തി അരുമനാഥനായ യേശുവിനെ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവർ ചിന്തിച്ചു. അതുപോലെ തന്നെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുന്നലിൽ തൊട്ടപ്പോൾ അവർക്ക് സൗഖ്യമുണ്ടായി. സ്തോത്രം. ഏറെ നാളുകൾ രക്തം വാർന്നുകൊണ്ടിരുന്ന സ്ത്രീ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുന്നലിൽ തൊട്ടപ്പോൾ പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. യേശു പറഞ്ഞു, അല്ല എന്നെ ആരും തൊട്ട്. ശിഷ്യന്മാർ അവർക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ യേശു അവളെ നോക്കിയിട്ട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുന്നലിൽ തൊട്ട്. രണ്ട്, യേശുക്രിസ്തുവിൽ നിന്നൊരു ശക്തി പുറപ്പെട്ട്. മൂന്ന്, ഇവൾ സൗഖ്യം പ്രാപിച്ചു. ഒരു വലിയ വിശ്വാസമാണ് ഈ സ്ത്രീക്ക് ഉണ്ടായത്. പ്രൈസ്തലോമേ, ഹല്ലേലൂയ. മാത്രമല്ല, ഇങ്ങനെയുള്ള രോഗമുള്ളവർ ഹല്ലേലൂയ സൗഖ്യപ്പെട്ടവരെന്നാണ് യഹൂദന്മാർ വിധി എഴുതുന്നത്. പാളയത്തിൻ്റെ പുറത്താണ് ഇവരെ തള്ളിയിട്ടിരുന്നത്. ഒന്ന്, പാളയത്തിൻ്റെ പുറത്ത് കിടന്ന സ്ത്രീ ഇപ്പോൾ യേശുവിൻ്റെ അരികിൽ വന്നു. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾക്ക് ദൈവം വ്യത്യാസങ്ങൾ കൊടുത്ത്. ഒന്ന്, പാളയത്തിന് പുറത്ത് കിടന്ന സ്ത്രീ ഇപ്പോൾ പാളയത്തിൻ്റെ പുറത്തല്ല, സൗഖ്യമായപ്പോൾ അവർ പ്രൈസലാമേ ഇപ്പോൾ യേശുവുമായി ബന്ധത്തിൽ അവരാകുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അത് വലുത് തന്നെയാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവ സൗഖ്യം ഈ സ്ത്രീക്ക് കൊടുത്തു. പരാജയത്തിൻ്റെയും പ്രൈസലാമേ വിഷമത്തിൻ്റെയും വ്യാകുലതയും അനുഭവങ്ങളിലായിരുന്ന സ്ത്രീക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഉറുദുവിലുള്ളതെന്ന് പറയുന്നത്, ഈ സ്ത്രീ തൊട്ട്. യേശു പറഞ്ഞു, എന്നെ ആരും തൊട്ട്. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല ആരാണെന്ന്. ഇതുപോലെയാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ സഭയോട് ചേർന്ന് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ കൂടിരിക്കുന്ന ഒരു പക്ഷെ നിന്നെ അറിയത്തില്ല. ചർച്ചക്കാരെ ഒരു പക്ഷെ അറിയത്തില്ല. മിത്രങ്ങൾ ഒരു പക്ഷെ അറിയത്തില്ല. അയൽക്കാർ ഒരു പക്ഷെ നിന്നെ അറിയത്തില്ല. നീ ദൈവവിശ്വാസിയാണ്, നീ പ്രാർത്ഥിക്കുന്നതാണ്, നിന്റെ മനസ്സ് നല്ലതാണെന്ന് പലർക്കും അറിയാതിരിക്കുമ്പോഴും സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിനറിയാം. ദൈവം നിന്റെ ഹൃദയങ്ങളെ അറിയും ദൈവമാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് അറിയും ദൈവമാണ്. നിന്റെ കഷ്ടതയിൽ വിടിവിപ്പാൻ അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. നിന്റെ രോഗത്തിൽ സൗഖ്യം തരുവാൻ അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇപ്പോൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വിടുതൽ നൽകുവാൻ എൻ്റെ യേശു ഇറങ്ങി വന്ന് വിടിയിപ്പാൻ ശക്തനായ ദൈവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒന്ന്, വിശ്വാസം ആവശ്യമാണ്. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ ദൈവം ചില പ്രവൃത്തികളെ ദൈവം ചെയ്യുവാനിടയായിത്തീരും. ദൈവാലയത്തിൽ ഹന്ന പ്രൈസലാമേ പലപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അന്ന് പുരോഹിതൻ പറഞ്ഞു, നീ ലഹരി പിടിച്ചിട്ടായി കരയുന്നത്. പക്ഷേ
പരമാർത്ഥമുള്ളൊരു സ്ത്രീയായിരുന്നു സ്തോത്ര ഹന്ന. പക്ഷേ ഹാലലി അവർ നിന്ന മാറിപ്പോകേണ്ടതിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത്. അവരിങ്ങനെ പ്രാർത്ഥിച്ചത്, ഹല്ലേലൂയ, നീ ഒരു മകനെ നൽകുമെങ്കിൽ നിനക്ക് ഞാൻ സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെ ഒരു മകനെ കൊടുത്ത് അവൻ്റെ പേര് ശമൂവേൽ എന്ന് പേരിട്ട്. പ്രൈസ് സ്തോത്രം. ഇവിടെയും അതുപോലെയാണ് ഹന്നയുടെ കരച്ചൽ. പുരോഹിതൻ മനസ്സിലായില്ല, പള്ളി വന്നവർക്ക് മനസ്സിലായില്ല. പക്ഷേ അവർ കരയുന്നത് ദൈവം കണ്ട് അതിനൊരു മറുപടിയാണ് ദൈവം കൊടുത്തത്. സ്തോത്രം. ഏത് വിഷയത്തിനാണ് നാം കരയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ആ വിഷയത്തിന് മറുപടി തരുന്നൊരു ദൈവമുണ്ട്, സ്വർഗത്തിലെ ദൈവം. നസറേയനായ യേശു ഈ ലോകത്തിൽ പ്രൈസലോ നമ്മെ വിടിവിപ്പാൻ, നമുക്ക് വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസറേയനായ യേശു ക്രിസ്തുവിന്. സ്തോത്രം. ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവമാണ്. സ്തോത്രം. ഹന്നയുടെ കണ്ണുനീര് കണ്ട ദൈവമാണ്. ഹന്നയുടെ പ്രാർത്ഥന കേട്ട് വിടുവിച്ച ദൈവമാണ്. ഒന്ന് ഹന്ന ദൈവാലയത്തിൽ വരുന്ന പതിവുണ്ട്. 2 കരയുന്ന പതിവുണ്ട്. പ്രൈസലാം. 3 പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. പ്രൈസലാം. എന്താണ്? ഹന്നയുടെ നിന്ന മാറിപ്പോകേണ്ടതിന് ദൈവം ആ നിന്ന മാറ്റി, ഉരുട്ടി മാറ്റി എന്ന് പറയാം. പ്രൈസലാമേ. ഇവിടെയും പ്രൈസലാമേ ആലോചിച്ച് നമ്മുടെ കഷ്ടതകളെ ഉരുട്ടി മാറ്റുന്ന ദൈവം, നമ്മുടെ പ്രയാസങ്ങളെ ഉരുട്ടി മാറ്റുന്ന ദൈവം, നമ്മുടെ പ്രതികൂലങ്ങളെ ഉരുട്ടി മാറ്റുന്ന ദൈവം, നമ്മുടെ തടസ്സങ്ങളെ ഉരുട്ടി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിനെ ഉരുട്ടി മാറ്റുന്ന ഒരു ദൈവമുണ്ട്, നസറേയനായ യേശു ക്രിസ്തു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, യേശു ക്രിസ്തു ഒരിക്കലും കള്ളം പറയില്ല. ആമേൻ, ആമേൻ. അങ്ങനെ തന്നെ. പ്രൈസലാമേ. ആമേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. സ്തോത്രം. വചനത്തിൽ യേശു പോഷ്ക്ക് പറയില്ല. യേശു സത്യമേ പറയൂ. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ദൈവമാണ്. യാക്കോബിനോട് പറഞ്ഞ്, യാക്കോബേ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ വലം കൈ പിടിച്ച് നടത്തും എന്ന് യാക്കോബിനോട് അരുളി ചെയ്ത ദൈവം അതുപോലെ തന്നെ ദൈവം ചെയ്തു. പ്രൈസലോ. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമാണ്. പ്രൈസലാമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ ആലോചനകൾ ആകിയാൽ നാം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടൂ. പ്രൈസലാമേ. വാഗ്ദത്തങ്ങൾക്ക് പ്രൈസലാം നിറവേറ്റി തരുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പ്രൈസലാമേ. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യരൊക്കെ ഒരുപക്ഷെ കള്ളം പറഞ്ഞെന്ന് വരാം, എന്നാൽ ദൈവം ഒരു നാളും കള്ളം പറയില്ല. പ്രൈസലാമേ. അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വിടുവിക്കാമെന്ന് പറഞ്ഞാൽ വിടുതൽ നൽകുന്ന ദൈവമാണ്. ഉയർത്താമെന്ന് പറഞ്ഞാൽ ഉയർത്തിയ തന്നെ ചെയ്യും. കഷ്ടതയിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞാൽ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വിഷയങ്ങളിൽ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതൊക്കെ നിറവേറ്റിത്തരുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ജോലിയില്ലായിരിക്കുകയാണോ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ജോലി തരും. ഭവനമില്ലായിരിക്കുകയാണോ, പ്രാർത്ഥിച്ചാൽ ഭവനം തരും. വാഹനമില്ലായിരിക്കുകയാണോ, പ്രാർത്ഥിച്ചാൽ വാഹനം തരും. എന്ന് പറയേണ്ട, മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കുവാനിടയായിത്തീരും. പക്ഷേ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് സ്വർഗത്തിൽ. നസറേയനായ യേശു അവൻ്റെ കരം ചലിക്കുവാനിടയായിത്തീരും. ഒന്ന്, ഹന്നയുടെ പ്രാർത്ഥന കേട്ട് വിടുവിച്ച ദൈവമാണ്. 2, ഹല്ലേലൂയ, രക്തം അത് ധാരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ത്രീക്ക് പൂർണ്ണമായി സൗഖ്യം കൊടുത്തു. അവൾ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തില്ല, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടതേ ഉള്ളൂ. ഉള്ളിൽ വിശ്വാസം കാണും, ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും എന്ന്. സ്തോത്രം.
ഈ സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന അതാണ് അവിടെ വെളിപ്പെട്ടത്. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതികള്, ദൈവത്തിൻ്റെ ആലോചനകള്, ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ ദൈവം മാറിക്കടന്നു പോകില്ല. തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്നെ നിന്നെ വിടുവിക്കുവാൻ നസ്രയനായ യേശുവിന് കഴിയും. അതുകൊണ്ട് ദൈവസ്ഥനിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല. ഈ വചനങ്ങളെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കും. ദൈവം നമ്മോട്ടുണ്ടാകട്ടെ. ആമേൻ.